Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. വേറെ എല്ലാവർക്കും MIT മൂസയിലെ കോമഡി അവതരിപ്പിക്കുന്ന ഒരു പാത്തു അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കാണാമല്ലോ, ഞാൻ അതല്ലാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ മികച്ച നടിക്കുള്ള അവാർഡിൻ്റെ ഇത് വന്നു. MITക്ക് വേണ്ടിയിട്ട് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, അയ്യോ ഇവർക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ, പിന്നെ ഇവരൊരു ഇതൊരു സ്ലാങ്ങിൻ്റെ മുകളിൽ പിടിച്ച് നിൽക്കുന്നവരാണ്, അല്ല ഒരു ആക്ട്രസിൻ്റെ ഇത് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു പണ്ടോരോ ആളുകൾ ഇങ്ങനെ കുറേ പൂച്ചണ്ടും ഇതൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. അപ്പം ഞാൻ ഇവർക്കൊക്കെ എന്താ ഭ്രാന്തോ, ഈ രാവിലെ തിരിച്ചു കൊണ്ടുപോകാൻ രണ്ടാളെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒന്നും ഒന്ന് വേണ്ട 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 അതൊന്നും ചെയ്യേണ്ട, നമുക്ക് ഈ ഒരൊറ്റ സാധനം മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ പിന്നെ അതങ്ങോട്ട് സഹിച്ച് ചെയ്യുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ടാവില്ല. അപ്പം നമ്മളെ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരും. പലർക്കും പാത്തുവും ഇതും ടൊവിനോ തോമസും സുരഭിയും വരുമ്പോൾ അലുവയും മത്തിക്കറിയും പോലെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ വരെ. Hello and welcome everybody to the show. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുരഭി ലക്ഷ്മി. സുരഭി, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. ഇന്ന് ഞാൻ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നില്ല, ഒരു ചെറിയ കോൾഡ് ഉള്ളതാണ്. പക്ഷേ നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, ക്രിറ്റിക്സ് അവാർഡ്, സംഗീത നാടക് അക്കാഡമി അവാർഡ്, ഈ അവാർഡ്സ് എല്ലാം നേടിയെടുത്ത ഒരു എന്താ പറയുക, ഒരു ആക്ടർ പാർ എക്സലൻസ് ആണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. പക്ഷേ സുരഭി വരുമ്പോഴും സംസാരിക്കുമ്പോഴും സുരഭിയോട് ഇടപെടുമ്പോഴും ഒക്കെ ഈ അവാർഡ്സിൻ്റെ ഒക്കെ ഒരു ബേർഡൻ ക്യാരി ചെയ്യാതെ വളരെ ലൈറ്റായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നി. സുരഭിക്ക് ഈ അവാർഡ്സ് ഇതെല്ലാം കിട്ടുമ്പോൾ അത് ജെനുവിൻലി അത് ലൈറ്റായിട്ട് തന്നെ ഞാൻ അത് എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണോ? അല്ല, അത് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു തീരുമാനമൊന്നുമല്ല. അപ്പം നമ്മൾ പഠിച്ചു വന്ന വഴിയിലും ഇതിലുമൊക്കെ എല്ലാ ആളുകൾക്കും, ഇനി എത്രയൊക്കെ ഇതുള്ള ആളുകൾക്കാണെങ്കിലും അവർ സഞ്ചരിക്കുന്ന ആ ഒരു പാതയിൽ ആരെങ്കിലും ഒന്ന് അഭിനന്ദിക്കണം, അല്ലെങ്കിൽ ഒരു സമ്മാനം കൊടുക്കണം. അത് നമ്മളെല്ലാവരുടെ മനുഷ്യന്മാരുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. അത് കിട്ടുന്നു, അത് വളരെ സന്തോഷത്തോടു കൂടി വാങ്ങിക്കുന്നു. എന്നുവെച്ചാൽ നമ്മുടെ യാത്രയിലൊക്കെ നമ്മളൊരു പെർഫെക്റ്റ് വഴിയിലേക്കൂടെയാണ് പോകുന്നതെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നു. അതവിടെ വെക്കുന്നു. അതിൻ്റെ ഭാരങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയാൽ നമുക്ക് വളരെ സുഖമായിട്ട് ജീവിച്ചിട്ട് അങ്ങ് പോവാം. ആരോടും ഒരു പ്രശ്നങ്ങളിലോ ഒക്കെ അവാർഡ് അതെ ശരി അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് ഇങ്ങനെ പിന്നെ അതിങ്ങനെ കൊണ്ട് നടക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതാണ്. പക്ഷേ നമുക്ക് സന്തോഷമാണ്. ഓക്കെ, നമ്മളുടെ ഒരു ചോയ്സ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ജോലി അതൊക്കെ ഒരു പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളൊരു ഫീല് കിട്ടും. അത്ര തന്നെ. ഇപ്പം മിന്നാമിനുങ്ങിനാണല്ലോ നാഷണൽ അവാർഡ് കിട്ടിയത്. എനിക്ക് ആ ഒരു സമയം എന്താണ് സംഭവിച്ചതെന്നൊന്ന് പറയാം. കാരണം ആ സമയത്ത് സീരിയലിലും അഭിനയിക്കുകയായിരുന്നു. അതെങ്ങനെയാണ്, ആരാണ് വന്ന് പറഞ്ഞത്? അത് മിന്നാമിനുങ്ങ് കൊടുത്തിരുന്നെന്ന് അറിഞ്ഞിരുന്നോ? അതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഈ സിനിമ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് വരെയുള്ള സ്ക്രിപ്റ്റാണ് ആദ്യം അയച്ചിരുന്നത്. അപ്പം അതിന് മനോജ് റാംസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം എനിക്ക് ആ സ്ക്രിപ്റ്റ് അയച്ചിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ആദ്യം തന്നെ എനിക്ക് തന്നിരിക്കുന്ന അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് സ്ക്രിപ്റ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് തന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വായിച്ചിട്ടൊന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരേക്കും എനിക്ക് ആരും ഒരു സ്ക്രിപ്റ്റ് തന്നിട്ട് അഭിനയിക്കാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഞാനത് വായിച്ച് നോക്കിയപ്പം അവരിങ്ങനെ ആ സ്ത്രീ എണീക്കുന്നു, പാല് കറക്കുന്നു, കോഴിമുട്ടയെടുക്കുന്നു, അകത്തുകൊണ്ട് ഇത് എന്തൊരു ലാഗാണിത്, അങ്ങനെ ഒരു മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല. അപ്പോൾ MIT മൂസയിലുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, ഇല്ല ഇത് ഇത്ര ഇങ്ങൊന്നും ഉണ്ടാവില്ല, ഇത് പടപടേന്ന് പറഞ്ഞാൽ അങ്ങ് തീരും, വേഗം ഫാസ്റ്റായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വിനോദേട്ടനും ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, നീ ഇങ്ങനെ തിയേറ്റർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തിയേറ്ററിൽ MPhil ഇതൊക്കെ എഴുതാന്നൊക്കെ ഉള്ളത് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ, വേറെ എല്ലാവർക്കും MIT മൂസയിലെ കോമഡി അവതരിപ്പിക്കുന്ന ഒരു പാത്തു അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കാണാമല്ലോ, ഞാൻ അതല്ലാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത്, അതൊരു മുഴുനീള ക്യാരക്ടറാണെന്ന് പറഞ്ഞു. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ ഇതൊന്നും ഇല്ലാത്തൊരു സിനിമയായതുകൊണ്ട് പല വലിയ പ്രമുഖ മെയിൻ സ്ട്രീം ആക്ട്രസിൻ്റെ അടുത്തൊക്കെ പോയപ്പോഴും അവർക്കാർക്കും അത് ചെയ്യാൻ താല്പര്യമില്ലാതെ മാറ്റിവെച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നെ അതിൻ്റെ ഡയറക്ടർ അനിൽ തോമസ് ഏട്ടനാണെന്നുണ്ടെങ്കിൽ
അപ്പോൾ എന്നെ മനോജ് റാംസിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്ററിൻ്റെ ഒരു ഫ്രണ്ടാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലുള്ള ഒരു സീൻ കണ്ടിട്ട്. അപ്പോൾ ഇവർ തിയേറ്റർ ആർട്ടിസ്റ്റ് ആണെന്നും പറഞ്ഞു. അപ്പോൾ ഇതിൽ വേറൊരു എഴുത്തുകാരൻ്റെ റോള് പ്രേംപ്രകാശ് സാർ. അപ്പോൾ അതാദ്യം ശരിക്കും പറഞ്ഞാൽ ശ്രീനിവാസൻ സാർ ചെയ്യേണ്ടിയായിരുന്നു. പിന്നെ അത് ചെറിയൊരു അസുഖത്തിൻ്റെ ഇതൊക്കെ അപ്പോൾ പ്രേം സാറാണ് അത് ചെയ്തത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എന്നെ അറിയാം. അപ്പോൾ ശ്രീനി സാർ പറഞ്ഞ ഏതെങ്കിലും തിയേറ്റർ ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സാറാണ് എൻ്റെ സക്കാറാം പെയിൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ജ്യോതിഷേട്ടൻ ചെയ്തിട്ടുള്ള നാടകമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്നിലേക്ക് അത് വരുന്നത്. പക്ഷേ നമ്മുടെ അനിലേട്ടനാണെന്നുണ്ടെങ്കിൽ എന്നെ തീരെ താല്പര്യമില്ലാത്ത വേറൊന്നല്ല. MIT മൂസയാണ് പുള്ളി കണ്ടിരുന്നത്. മനസ്സിൽ അത് പാത്തു പതിഞ്ഞിരിക്കുന്നു. പിന്നെ കേരള സ്റ്റേറ്റ് അവാർഡ് ഉണ്ട്, ടെലിവിഷൻ സ്റ്റേറ്റ് അവാർഡിന് ജൂറി ആയിരുന്നു അദ്ദേഹം. അപ്പോൾ എനിക്കിങ്ങനെ മികച്ച നടിക്കുള്ള അവാർഡിൻ്റെ ഇത് വന്നപ്പോൾ MITക്ക് വേണ്ടിയാണ് MITക്ക് വേണ്ടിയിട്ട് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, അയ്യോ ഇവർക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ, പിന്നെ ഇവരൊരു സ്ലാങ് ഇതൊരു സ്ലാങ്ങിൻ്റെ മുകളിൽ പിടിച്ച് നിൽക്കുന്നവരാണ്, അല്ല ഒരു ആക്ട്രസിൻ്റെ ഇത് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. പുള്ളിക്ക് എന്തോ ആ ക്യാരക്ടർ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള ക്യാരക്ടറൊന്നും അല്ല, ഭയങ്കര ഓവറാണെന്ന് പറഞ്ഞു. പിന്നെ ഇഷ്ടംപോലെ അതെല്ലാം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ഭയങ്കര ഓവറായിട്ടുള്ള ഒരു ഭയങ്കര റിയാക്ട് ചെയ്യുന്ന വേറൊരു രീതിയിൽ സംസാരിക്കുന്നതൊക്കെ കണ്ട് ചിലർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് അത് അത്ര ഇഷ്ടമില്ലാത്തതുണ്ട്. അത് രണ്ട് തരത്തിലുണ്ടായിരുന്നു, അത് എനിക്കറിയാവുന്ന. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. അപ്പം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തി. എന്നിട്ട് ഞാനിത് നാളെയാണ് സിനിമ അഭിനയിക്കുന്നത്. ഇന്ന് പോയപ്പോൾ ബാക്കിയുള്ള സ്ക്രിപ്റ്റും കൂടി എനിക്ക് തന്നിട്ട്, അപ്പോൾ ഹോട്ടലിൽ ഞങ്ങൾ ലോബിയിൽ ഇരുന്നിട്ട് എന്നോട് അദ്ദേഹം പറഞ്ഞു, അതെ നമ്മൾ ആ കോഴിക്കോടൻ സ്ലാങ് ഇല്ല വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനതിങ്ങനെ വായിച്ച് നോക്കിയപ്പോൾ അപ്പോഴാണ് ഫുൾ സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടുന്നത്. കിട്ടുമ്പോൾ അവർ തിരുവനന്തപുരത്തുകാരിയാണ്, അവിടുത്തെ ഒരു സ്ലാങ്ങും കാര്യങ്ങളും. കൃഷ്ണൻ ബാലകൃഷ്ണൻ ഓവർനൈറ്റ് എങ്ങനെയാണ് തിരുവനന്തപുരം സ്ലാങ് പിടിച്ചത്? അത് കൃഷ്ണൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടർ അതിനകത്തുണ്ട്. പിന്നെ ആദ്യം പാർവതി ചേച്ചീനെ കൊണ്ട് നാളത്തേക്കുള്ളത് ഞാൻ വോയിസ് നോട്ട് അയപ്പിച്ച് കേട്ട്. പിന്നെ അവിടെ ഇരുന്ന് ഞാൻ അവിടെ അഭിനയ തിയേറ്റർ റിസർച്ച് സെൻറ്ററിൽ ഒരു വർഷം ആക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ കുറേ തിരുവനന്തപുരത്തുകാർ നമുക്ക് അങ്ങനെ അറിയാം. പിന്നെ കാലടിയിൽ പഠിക്കുമ്പോഴാണെങ്കിലും എല്ലാ ജില്ലയിലുള്ള ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ സ്ലാങ്ങൊക്കെ മനഃപൂർവ്വം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലേക്കൊക്കെ വളരെ അച്ചടിയോടുകൂടിയൊക്കെ സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ സാറ് പറഞ്ഞത് ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമല്ല, നിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിൻ്റെ ഈ ഒരു സ്ലാങ്ങാണ്. നമ്മളെപ്പോഴും നമ്മളുടെ സത്വത്തെ, നമ്മൾ ജനിച്ച് വീണിരിക്കുന്ന ആ ഒരു ഇതൊക്കെ എപ്പോഴും നമ്മളുടെ നാട്, നമ്മളുടെ സംസാരം, അതിപ്പോൾ കോട്ടയത്ത് ജനിച്ചത് അവരുടെ ഒരു മേന്മ കൊണ്ടോ, കോഴിക്കോട് ജനിച്ചത് വേറെതോ അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്ഥലത്തും നല്ല ഭംഗിയാണ് ഓരോ സ്ലാങ്ങിനും. നീ അതെന്നെ കീപ്പ് ചെയ്താൽ മതി, അതെന്നെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഓരോ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യും, ഇന്ന സ്ലാങ് വേണം, അത് ചെയ്യാൻ നീ ട്രെയിൻഡ് ആവുക മാത്രം ചെയ്താൽ മതി. അല്ലാണ്ട് സുരഭിനെ മാറ്റേണ്ട ആവശ്യമില്ല, സുരഭി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററാണ് ഇതിനകത്ത് ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മൊബൈൽ കടയിലുള്ള സീനൊക്കെ ചെയ്യുമ്പോൾ ആ മൊബൈൽ കടക്കാരന് അറിഞ്ഞൂടെ അയാൾ സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് പോലും. അങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഞങ്ങൾ അങ്ങനെ അറിയാതെയൊക്കെ ബസ് സ്റ്റാൻഡിൽ കൂടെ നടന്ന് വരുന്ന ഷൂട്ടൊന്നും അവിടെ ആർക്കും അറിയില്ല, എന്നെ തന്നെ അറിയില്ല. അങ്ങനെ നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൊരു ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ നാഷണൽ അവാർഡ് വന്നപ്പം ഈ പറഞ്ഞ പോലെ അനിലേട്ടൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്, എൻ്റെ സുരഭി നീ എന്നോട് ക്ഷമിക്കണം, നിനക്ക് ഇങ്ങനെ അവാർഡ് തരരുതെന്ന് ഞാനായിരുന്നു പറഞ്ഞിരുന്നത്, എന്നിട്ട് നീ എൻ്റെ സിനിമയിൽ തന്നെ അഭിനയിച്ച് അവാർഡ് വാങ്ങിച്ചല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു. വളരെ എപ്പോഴും ഭയങ്കര സൗഹൃദമാണ്. ആദ്യം ആരോടാ പറഞ്ഞു എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയെന്ന്? ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടെ MIT മൂസയുടെ ഷൂട്ട് 350 എപ്പിസോഡ് കഴിഞ്ഞ് അത് തീർന്ന് ഞങ്ങൾ സലാലയിലൊരു പ്രോഗ്രാമിന് പോയി. അപ്പോൾ അവിടെയുള്ള ഒരു അസോസിയേഷൻ്റെ തണൽ സലാല അതിൻ്റെ ഒരു ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞു. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ സാധാരണ ഞാൻ വിനോദ് ഗോപുരും പിന്നെ എൻ്റെ ബ്രദറുമാണുള്ളത്. അപ്പോൾ വിനോദേട്ടനോട് പറഞ്ഞ്, വിനോദേട്ടൻ ഞാൻ 5 മണിക്ക് പ്രോഗ്രാമിൻ്റെ സമയമാകുമ്പോൾ റെഡിയാവും, അതിന് മുന്നേ എനിക്ക് ഭക്ഷണവും വേണ്ട വെള്ളവും വേണ്ട ഒന്നും വേണ്ട, ഞാൻ കിടന്നുറങ്ങും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം ഞങ്ങൾ പുലർച്ചെ അവിടുന്ന് 5:30 ഫ്ലൈറ്റിൽ കയറിയിട്ട് ഇവിടെ 11:30 മണി അങ്ങാണ്ടായി. അപ്പോൾ ഇത് ഞങ്ങൾ എയറിൽ നിൽക്കുമ്പോഴാണ് ഇതിവിടെ സംഭവിക്കുന്നത്, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ഇതൊക്കെ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു പണ്ടോരോ ആളുകൾ ഇങ്ങനെ കുറേ പൂച്ചെണ്ടും ഇതൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. അപ്പം ഞാൻ ഇവർക്കൊക്കെ എന്താ ഭ്രാന്തോ, ഈ രാവിലെ തിരിച്ചു കൊണ്ടുപോകാൻ 2 ആളെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവർ കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറഞ്ഞു. ഞാൻ വെച്ചാൽ ആ സ്റ്റേറ്റ് അവാർഡിന് എനിക്ക് സ്പെഷ്യൽ ജൂറി മെൻഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് അവിടെ ചെല്ലുമ്പോൾ അവർക്കൊരു മലയാളികൾക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ, അതാണ് വെച്ചിട്ട്
ഞാൻ പോയത്. അപ്പോൾ അവരതല്ല നാഷണൽ അവാർഡാണെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. അങ്ങനെ പിന്നെ അവർ പ്രിയൻ സാറൊക്കെ അത് ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന ലൈവായിട്ട് എനിക്ക് കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ വിശ്വസിച്ചത്. യെസ്. ആദ്യം ആരെയാ ഫോൺ വിളിച്ച് പറഞ്ഞത്? സുരഭി ആരെയാണ്? ഇനി എനിക്ക് ഫോൺ വിളിച്ച് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ സിമ്മില്ല, നമ്പറില്ല, ഒന്നുമില്ല. എല്ലാവരും എന്നെ ഇങ്ങോട്ട് വിളിച്ചു. കുറേ പേര് വിളിച്ചു. അത് ആദ്യം എന്നുള്ളതൊന്നും എനിക്ക് അല്ല, ഓർമ്മയില്ല. നമുക്കൊരു സാധനം കിട്ടുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ആരോടെങ്കിലും ആയിരിക്കുമല്ലോ. ഞാൻ ആരോടും ഷെയർ ചെയ്തില്ല. ഞാൻ അവിടെ ചെന്ന സമയത്ത് ഞാൻ നോക്കി ടി വിയിൽ നോക്കിയപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ ഭയങ്കര ഇൻ്റർവ്യൂ, ലഡു വാങ്ങി കൊടുക്കുന്നു, ഭയങ്കര സംഭവ ബഹുലമായിട്ട് അവിടെ നിൽക്കുന്നു. അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അവാർഡ്. ഇവളെവിടുന്ന് പ്രതീക്ഷിച്ച്? എൻ്റെ അമ്മ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. കാരണം എൻ്റെ അമ്മ അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ ചേച്ചിയുടെ മകളുടെ ഹസ്ബൻഡാണ് വിളിച്ച് പറഞ്ഞത്, അതേ സുരഭിക്കാണ്, ഞങ്ങൾ ഒരേ പ്രായം. അപ്പോൾ അവൻ വിളിച്ചിട്ട് ദീപു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സുരഭിക്കാണ് പിന്നെ നാഷണൽ അവാർഡ് കിട്ടിയത്, നിങ്ങളൊക്കെ വേഗം കുളിച്ചൊക്കെ റെഡി ചെയ്യുന്നോളൂ, ചിലപ്പോൾ മീഡിയ ഒക്കെ വരുന്നതാണ്. നാഷണൽ അവാർഡ് ഓക്കല്ലേ കഴിഞ്ഞവന് വേറെ സിനിമയൊന്നും ചെയ്യില്ല. അപ്പോൾ ആ സിനിമയ്ക്ക് അത് അപ്പം എൻ്റെ വീട്ടുകാർക്കൊന്നും അതിനെപ്പറ്റിയൊന്നും ഒന്നും ആരും ചിന്തിക്കുന്നില്ലല്ലോ, ഒന്നും ഇതില്ല. പിന്നെ ഞാനാണെങ്കിൽ അത്ര തന്നെ പറയുള്ളൂ, അപ്പോൾ അതെന്തോ പോയിണ്ടാവും, അങ്ങനെയൊക്കെ അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പ്രൊഫഷണലി ഈ നാഷണൽ അവാർഡ് ആൻഡ് പേഴ്സണലി ഇത് ഏതെങ്കിലും രീതിയിൽ അത് സുരഭിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ്? ഇമോഷണലി ആണെങ്കിലും അല്ലാതെ? അല്ല, പ്രൊഫഷണലി നമുക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്വം വരുമല്ലോ. അപ്പോൾ അവർ അത് നമ്മളെ തോന്നല അവരങ്ങനെ എക്സ്പെക്ട് ചെയ്യോ എന്നൊക്കെ, അങ്ങനെയൊക്കെ ഒരു അത് മാത്രം. അപ്പം നമുക്ക് കിട്ടുന്ന കഥാപാത്രം ഒരു 2 സീനിൽ നിന്ന് 5 സീനിലേക്കോ 6 സീനിലേക്കോ ഒക്കെ ഉയർന്നിട്ടുണ്ട്. ചില സ്ഥലത്ത് നമ്മൾ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അതിൽ കുറച്ചും കൂടി ആഴത്തിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഊർജം, ആ രീതിക്ക് മാത്രമേ ഞാൻ അതിനെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ കാണാൻ പാടുള്ളൂ. സത്യത്തിൽ നമുക്ക് കിട്ടുന്ന എന്ത് അംഗീകാരങ്ങളാണെങ്കിലും നമുക്ക് അതിലേക്കൊരു കുറച്ചും കൂടി ആഴത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു ഊർജ്ജമായിട്ട്. അപ്പം നമുക്ക് ചില സമയത്ത് നമ്മളിതൊക്കെ നിർത്തി ഓക്കെ മതി എന്നൊക്കെ പറഞ്ഞ് പോകുന്ന സമയത്തായിരിക്കും ഇത്തരത്തിൽ അയ്യോ പോവല്ലേ നിങ്ങളിവിടെ തന്നെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചില ഇത് വരുന്നത്. ഇപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് BA ഭരതനാട്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ തിയേറ്റർ എടുക്കണോ ഭരതനാട്യത്തിൽ തന്നെ MA എടുക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് അമൃത TV ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൽ വന്നപ്പോൾ ബെസ്റ്റ് ആക്ടറായിട്ട് അതിൽ വിൻ ചെയ്ത് അത് ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ എൻ്റെ ഒരു വഴി ഇതിലേക്കാണ്, ആക്ടിങ് ആണെന്നുള്ള രീതിയിൽ ഞാൻ അത് നിർത്തിയിട്ട് തിയേറ്ററിലേക്ക് പോയി, മാസ്റ്റേഴ്സിലേക്ക് പോയി അല്ലേ? പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അഭിനയത്തിന് അങ്ങനെ ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ സുരഭി? കാരണം പലപ്പോഴും ആക്ടേഴ്സ് വളരെ അൺട്രെയിൻഡ് ആയിട്ടുള്ള ആക്ടേഴ്സും വന്ന് പെർഫോം ചെയ്യാറുണ്ട്. അവിടെ എന്താണ് വ്യത്യാസം വരുന്നത് ആസ് എ ട്രെയിൻഡ് ആക്ടേഴ്സ് ആൻഡ് അൺട്രെയിൻഡ് ആക്ടർ? എത്രയോ വർഷത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളതാണ് സുരഭി. അല്ല, ഞാൻ എന്തായാലും ട്രെയിൻഡ് ആവണം എന്നുള്ളതാണ് പറയാം. ഇപ്പോൾ പല സമയത്തും ഞാൻ വലിയ രീതിയിൽ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരാൾ ഒരു ഡയലോഗ് പറയുമ്പോൾ തെറ്റിപ്പോയി, സെക്കൻഡ് ടേക്ക് എടുത്തു തെറ്റിപ്പോയി, മൂന്നാമത്തെ വേറെ എന്തെങ്കിലും കാരണത്താൽ തെറ്റിപ്പോയി, പിന്നെ 5 ടേക്ക്, പിന്നെ ഇത് ആദ്യം പറഞ്ഞതൊന്നുമില്ലാതെ അയാളും നെർവസ് ആവും, ബാക്കിയുള്ളവർക്കും ഒക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ മൊത്തത്തിലൊരു ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ മാറാൻ തുടങ്ങും. ഓപ്പോസിറ്റുള്ള ആക്ടർ ഇതൊക്കെ ഉണ്ടാവും. തിയേറ്റർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ, ട്രെയിൻഡിൻ്റെ അല്ല തിയേറ്റർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ 2 മാസം നമ്മൾ ഇതേ ഡയലോഗ് ഡെയിലി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? എന്നും ഇത് ആവർത്തിച്ച് 2-3 മാസം കഴിയുമ്പോഴായിരിക്കും ഇത് സ്റ്റേജ് ചെയ്യുന്നത്. അത് ഒരേ സ്റ്റേജ്, അടുത്ത സ്റ്റേജ്, 3 ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മളിത് പുതിയതായിട്ടാണ്, ഇതിനെ പുതുതായിട്ട് വരും, പുതിയ രീതിയിൽ വരും. അയ്യോ കഴിഞ്ഞ സ്റ്റേജ് ചെയ്ത പോലെ അല്ലായിരുന്നു ഇത്, അയ്യോ പൊട്ടയായിരുന്നു, അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ഓരോ എക്സ്പീരിയൻസ് ഇതാണ്. അപ്പം നമുക്കിതിലൊരു മടുപ്പോ നമ്മളെ ഇത് ബാധിക്കുകയോ പ്രശ്നങ്ങളാവോ ഒന്നും ചെയ്യൂല. 10 ടേക്ക് പോയാലോ അടിപൊളി, അതിനെ കുറച്ചും കൂടി ആഴത്തിൽ അറിയാൻ പറ്റി എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. അപ്പം നമുക്കത് ആ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും പുതുമ, ഓരോ പല ആംഗിളുകളിൽ എടുക്കുമ്പോൾ ഇതേ ഡയലോഗ് നമ്മൾ ആക്ട് ചെയ്തിട്ട്
ആക്ട് ചെയ്തിട്ടുണ്ട്. ആക്ട് ചെയ്തെന്നൊന്നും പറയാൻ അപ്പോൾ അങ്ങനെ നമുക്കത് പല രീതിയിൽ വരുന്നത് വീണ്ടും ആവർത്തിപ്പിക്കും, മടുപ്പ്, ഇങ്ങനത്തെ ഒരു സംഭവങ്ങളും ഉണ്ടാവില്ല. പിന്നെ ഒരു ഡയറക്ടേഴ്സിനും നമ്മളുടെ എന്താ പറയുക, ആക്ടറിനെ കൊണ്ടുവന്ന് അവിടെ വളരെ റെയറായിട്ട് മാത്രമാണ് അവരുടെ കഥാപാത്രങ്ങളാക്കി മാറ്റുന്നത്. അതും പ്രധാനപ്പെട്ട ആളുകളെ മാത്രമായിരിക്കും അവർ ശ്രദ്ധ ചെലുത്തുക. അവരുടെ പാസ്റ്റും അല്ലെങ്കിൽ അവരുടെ ഒരു ഹിസ്റ്ററിയും ഒക്കെ ചില ആളുകളുടെ ഇതിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ വന്ന് വരുന്ന ഒരു പ്യൂണ് കുറേ കാലമായിട്ട് സാറേ ഞാൻ ഈ ഒരു പത്രം ഇവിടെ ഇതാക്കാൻ വരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപേക്ഷയ്ക്ക് വരികയാണ് എന്ന് പറയുന്നവന് ചിലപ്പം അതൊന്നും പറഞ്ഞു ഒരു ഇതും ഉണ്ടാവില്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ആ ചെറിയ ആക്ടർക്ക് ഞാൻ എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട്, ഓരോ തവണ വന്നപ്പോഴും എന്തായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഏത് ഓഫീസറായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ മഴയത്തായിരുന്നു, അങ്ങനെ പലതരം ഇവരെങ്ങനെയാണ് പെരുമാറി. എന്നിട്ട് സാറേ ഞാൻ കുറേ കാലമായി സാറേ എന്ന് പറയുമ്പോൾ ആ കുറേ കാലത്തിന് ആ യാത്ര, ആ കുറേ എന്ന് പറയുന്നതിൽ അയാളുടെ ആ ഒരു ജേണി ഉണ്ടാവും. കുട്ടിക്കാലത്ത് പട്ടിണിയായിരുന്നു സാറേന്നോ എന്തോന്ന് പറയുന്നില്ലേ, തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലും ഒരൊറ്റ ഡയലോഗേ പറയുന്നുള്ളൂ, പട്ടിണിയായിരുന്നു സാറേ. ഞങ്ങൾ ഫഹദിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറയുന്ന ഒരൊറ്റ ഡയലോഗുണ്ട്. അതിൽ അയാളുടെ ആ കുട്ടിക്കാലം മുഴുവൻ നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ നമുക്കത് അത് എഴുതുന്ന എഴുത്തുകാരൻ അത്രയും കാര്യത്തിലൂടെ ആയിരിക്കും ആ സാധനം എഴുതി ഉണ്ടാക്കിയിട്ടിരിക്കുക. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ആക്ടർക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു പലപ്പോഴും ആക്ടേഴ്സൊക്കെ വരുമ്പോൾ അവരെ ഒരു ക്യാരക്ടറിലേക്ക് പ്ലേസ് ചെയ്ത് പിന്നെയും ഒരു വേഴ്സറ്റാലിറ്റി ഇല്ലാതായി പോകും. അതായത് ഒരേ തരത്തിലായിരിക്കും അവരുടെ എക്സ്പ്രഷൻസ്, ഒരേ തരത്തിലുള്ള ഭാവങ്ങൾ ഏത് ക്യാരക്ടറിൽ പോയി അത് അവിടെയാണെന്ന് തോന്നുന്നു ഒരു ട്രെയിൻഡോ അൺട്രെയിൻഡ് ആക്ടറിൻ്റെ വ്യത്യാസം വരിക. അത് നമ്മളെ സ്വയം റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടിയിരിക്കുന്നത്. നമ്മളെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര മടുപ്പ് തോന്നാറുണ്ട്. ചില സമയത്ത് നമുക്കിപ്പോൾ ഒരു ആക്ടർക്ക് സർവൈവ് ചെയ്യാൻ പൈസ വേണ്ടി വരും. ചില സിനിമകളിലൊക്കെ പോയിട്ട് അഭിനയിക്കുമ്പോൾ ഒക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ വരും. അവർക്കൊന്നും ആവശ്യം വേണ്ട അതൊന്നും ചെയ്യേണ്ട, നമുക്ക് ഈ ഒരൊറ്റ സാധനം മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ പിന്നെ അതങ്ങോട്ട് സഹിച്ച് ചെയ്യുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ടാവില്ല. അപ്പം നമ്മളെ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരും. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞ ടൈപ്പ് കാസ്റ്റിങ്ങിൻ്റെ അല്ല കേട്ടോ, ടൈപ്പ് കാസ്റ്റിങ്ങിനെ നമുക്ക് മറികടക്കാൻ പറ്റും. അത് മറികടക്കാൻ പറ്റും. മറികടക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് രണ്ട് പോലീസ് ക്യാരക്ടേഴ്സ് ബാക്ക് ടു ബാക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടിനെയും ഡിഫറെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം എന്ന് പറയുന്ന പോലെ. അതെ ഓരോ പോലീസുകാരനും ഓരോ വീട്ടിൽ നിന്നല്ലേ വരുന്നത്, അയാൾക്ക് ഓരോ സ്വഭാവങ്ങളായിരിക്കില്ലേ. അതിങ്ങനെ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ചെറിയൊരു നോട്ടത്തിലോ ഇതിലോ ഒക്കെ അയാളിപ്പോൾ പിന്നിൽ നിൽക്കുന്ന ഒരു പോലീസുകാരൻ. അപ്പോൾ ഇയാളുടെ അടുത്ത് ഓപ്പോസിറ്റ് വന്നിട്ട് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് ഈ പിന്നിൽ നിൽക്കുന്നവൻ്റെ മുഖം ഇങ്ങനെയാണെങ്കിൽ എല്ലാ സാധനം വരുമ്പോഴും ഇങ്ങനെയാണ്, ഇയാൾക്ക് എല്ലാത്തിനോടും ഒരു സർവ്വപുച്ഛമുള്ള ഒരു പോലീസുകാരനായിട്ട് നമ്മൾ സ്വയം നമ്മളൊന്ന് പുതുക്കൂലേ. അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്നത് വലിയ സ്റ്റാർ ആരെങ്കിലും ആണ് അഭിനയിക്കുന്നതെങ്കിലും പിന്നിൽ നിൽക്കുന്ന ആൾ അയാളുടെ ഒരു എക്സ്പ്രഷൻ കൊണ്ട് അയാൾക്ക് പൊതുസമൂഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം കാണിക്കുക. അതല്ലെങ്കിൽ വളരെ ദയനീയതയോട് സാറേ ഇതൊന്ന് ചെയ്തു കൊടുക്കുക സാറേ എന്ന്, പക്ഷേ ഇയാൾക്ക് പറയാനും വയ്യ, പറയുകയും വേണം എന്നുള്ള രീതിയിലും അയാൾക്ക് മാറ്റാൻ പറ്റും. അതല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ കുറേ കണ്ടതാണ്, ഇനിയിപ്പോൾ നടക്കാനൊന്നും പോകുന്നില്ല, ആ ഭാവത്തിലും അദ്ദേഹത്തിന് നിൽക്കാം. അങ്ങനെ ആ സിനിമയിൽ ബാക്കിൽ ഒരു ഡയലോഗും ഇല്ലാത്തവർക്ക് നിൽക്കാൻ പറ്റും. അമേസിങ്. എന്തെങ്കിലും ടീച്ചിങ് ചെയ്യണം? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ആരെയും പഠിപ്പിച്ചു അങ്ങനെയല്ല. കാരണം ഞാനിത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട് സുർഭി. എനിക്ക് എൻ്റെ മുന്നിൽ ആ ക്യാരക്ടേഴ്സ് വരികയാണ്. ദാറ്റ്സ് ഹൗ ബ്യൂട്ടിഫുള്ളി യു പെർഫോം. എനിക്ക് അങ്ങനെ ഒന്നാമത് അഭിനയം ആർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ അങ്ങനെ പറ്റില്ല. നമുക്ക് വഴികൾ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ഒരാൾ ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ തന്നെ പഠിക്കേണ്ട ഒരു കലയാണ് ഈ അഭിനയം എന്ന് പറയുന്നത്. തോന്നിയിട്ടില്ല. അപ്പോൾ ജീവിതത്തിലൂടെ തന്നെ പഠിക്കണം. ജീവിതത്തിലൂടെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അത് പലതരത്തിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. പല രീതിയിലായിരിക്കും. ചിലപ്പോൾ ഒരു മണമായിരിക്കാം, ചിലപ്പോൾ ഞാൻ വെറുതെ കുടിക്കുന്ന ഈ ഒരു വെള്ളമായിരിക്കാം, കുടിച്ചോളൂ. അങ്ങനെ അത് കുടിക്കുമ്പോൾ അത് അറിഞ്ഞു കുടിക്കുന്നു, അതവിടെ വെക്കുന്നു. അങ്ങനെ പല രീതിയിൽ നമ്മളത് ചെയ്യുമ്പോൾ ആ സമയത്ത് അതൊന്ന് ഫീൽ ചെയ്ത് അവിടെ വെക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇപ്പം നാളെ ഇത് തരുന്നത് ഈ വെള്ളത്തിന് പകരം ഒരു മദ്യം പോലുള്ള എന്തെങ്കിലും ഒരു സാധനം ആണ്, അതിലെന്താ ഒഴിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അതപ്പോൾ ആകുമ്പോൾ നമ്മളതെങ്ങനെയാണ് വെക്കുക, അപ്പോൾ അവരത് നോക്കുമ്പോൾ അവരതെങ്ങനെയാണ് കുടിക്കുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ റിയലി
നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും മണങ്ങളാണെന്നുണ്ടെങ്കിൽ മണമൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം. അപ്പോൾ സുരഭിയുടെ ഫ്രീ ടൈമിൽ ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ദിവസം, ഷൂട്ട് ഇല്ലാത്ത ദിവസം സുരഭി എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഡു യു പ്രാക്ടീസ് ഓൺ ഇത് കേട്ടതൊന്നും ഞാൻ ഡെയിലി ഇത് പ്രാക്ടീസ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല, അത് ഒബ്സർവ് ചെയ്യാറുണ്ടോ? ഒബ്സർവ് ചെയ്യും. അല്ല, നമ്മളിപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കോഴിമുട്ട ഉണ്ടാക്കിയായിരിക്കും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അത് എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തിടുന്നു, അത് എങ്ങനെ ഇടുന്നു എന്നൊക്കെ ഉള്ളത് ചെറിയ ചെറിയ രീതിയിൽ അന്ന് ചെറിയ സംഭവങ്ങളെ സംഭവിക്കുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഒന്നും അഭിനയിക്കാനില്ല, ഇനിയിപ്പോൾ 2-3 മാസം ഒരു സിനിമയില്ല, എന്ത് ചെയ്യുന്നൊക്കെ ഏതെങ്കിലും ഒരു നാടകത്തിൻ്റെ എന്തെങ്കിലും ഒരു ഡയലോഗൊക്കെ എടുത്ത് വെറുതെ പറയും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിനിമ കാണുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന സാധനം നമ്മൾ പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും, ആ ഡയലോഗ് പറഞ്ഞതിൻ്റെ പിന്നിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നൊക്കെ ഇപ്പോൾ ഒരു നടനോ നടിയോ പറഞ്ഞത് നമ്മൾ സ്വയം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നോക്കും. പിന്നെ നമ്മൾ തന്നെ ചെയ്തത് അയ്യോ അത് തീരെ വൃത്തിയില്ല, അത് പിന്നെ നമുക്ക് തന്നെ കാണും അയ്യോ അതെന്താ ചെയ്ത് വെച്ചെന്നുള്ള എത്രയോ സംഭവങ്ങൾ എനിക്കുണ്ട് കേട്ടോ. അപ്പം ഞാനത് അതങ്ങനെ മെച്ചപ്പെടുത്താം. അതങ്ങനെയല്ലായിരുന്നു സുരഭി ചെയ്യേണ്ടിയിരുന്നത്, അതിങ്ങനെ ചെയ്തതിന് കുറച്ചുകൂടി വൃത്തി ഉണ്ടാവുമായിരുന്നു, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതൊന്ന് തിരുത്തി ഞാൻ എന്നെ തന്നെ ഒന്ന് സെറ്റാക്കിയൊക്കെ വിടും. അങ്ങനെയൊക്കെ ഓരോരോ പിന്നെ ചില മ്യൂസിക്കൊക്കെ വെച്ചിട്ട് മെല്ലെ നമ്മളുടെ താളത്തിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ട് ഇതൊന്നും എല്ലാ ദിവസവും ഇതൊക്കെ ചെയ്യുന്നൊന്നും വിചാരിക്കണ്ട. ചില ദിവസങ്ങളിൽ എനിക്ക് റൈഫിൾ ക്ലബിലെ ക്യാരക്ടർ ആണെങ്കിലും ARMന്റെ ക്യാരക്ടറും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ARMലെ മാണിക്യത്തിനെ ഒത്തിരി ഇഷ്ടമായി. ഞാൻ ഒരിക്കലും സുരഭിനെ എപ്പോഴും കണ്ടിരിക്കുന്ന ഒരു അമ്മയായിട്ടും ദുഃഖപുത്രിയായിട്ടൊക്കെയാണ്. അവിടെ ഭയങ്കര ഒരു സെൻഷ്വൽ എലിമെൻറ്റ് അതിലേക്ക് കൊണ്ടുവന്നിരുന്നു. ആൻഡ് ഐ തോട്ട് ദാറ്റ് വാസ് എ വെരി റിഫ്രഷിങ് ചേഞ്ച്. ആ ക്യാരക്ടർ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സുരഭി. എനിക്ക് കിട്ടിയപ്പോഴോ ARMന്റെ അല്ല, ആദ്യം എന്നോട് പറഞ്ഞത് അമ്മൂമ്മയായിട്ട് അഭിനയിക്കാൻ. ജിതിൻ്റെ നേരത്തെ പരിചയമുണ്ട്, ഇന്ന് എൻ്റെ മൊയ്തീൻ മുതൽ പരിചയമുണ്ട്. അപ്പോൾ അന്നൊരു കാർട്ടൂൺ പോലത്തെ ഒരു സിനിമേൻ്റെ അത് കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അജയൻ്റെ 2ാം മോഷൻ ടോവിനോ തോമസ് ആണ്. അപ്പം അന്ന് തരംഗോ അങ്ങനെയൊക്കെ സിനിമ അങ്ങനെ കുറച്ച് അങ്ങനെയൊക്കെ കുറേ സിനിമകളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പം ഇത് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ, സുരഭിക്ക് എന്തായാലും റോളുണ്ട് എന്നൊക്കെ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ജിതിൻ പറഞ്ഞു. പിന്നെ ഈ സിനിമ വന്നപ്പോഴും എനിക്ക് ആദ്യം അമ്മൂമ്മേൻ്റെ ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞു അല്ല കുറച്ച് കാലം ചെറുപ്പക്കാരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ സ്ക്രിപ്റ്റ് വന്നു. 5 തവണ ഞങ്ങളുടെ ആ സ്ക്രിപ്റ്റിൽ മാറ്റിയ സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടിയതുണ്ട്. അപ്പോൾ ഓരോ തവണ വായിക്കുമ്പോഴും നമ്മൾ ആ മണിയൻ പല സ്ഥലത്തല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ക്രിപ്റ്റ് മൊത്തത്തിലായിട്ട് എന്താ ചേഞ്ച് വന്നിരിക്കുന്നതെന്ന് പറയണം. അപ്പം ആ മാണിക്യത്തിനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മണിയനെ ആരാണെന്ന് അറിയണം, പിന്നെ അയാൾ എന്തുകൊണ്ട് ഈ മാണിക്യത്തിനെ സെലക്ട് ചെയ്തു എന്നുള്ളത് അറിയണം. അപ്പോൾ അങ്ങനെ മണിയടിച്ച് കട്ടുകൊണ്ട് പോകുന്ന ഒരു കള്ളൻ സെലക്ട് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പം അവരൊരു നിസ്സാരക്കാരിയായിട്ടുള്ള ഒരാളല്ല. അവർക്ക് വേണ്ടിയിട്ട് അയാൾ എന്തും ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും അങ്ങനെ ആയിട്ടുള്ള ഒരാളല്ല എന്നുള്ളതാണ് ആദ്യം ബോധം വേണ്ടത്. പിന്നെ ഇയാൾക്ക് എന്തെല്ലാം സ്കില്ലുണ്ട്, അതിൻ്റെയൊക്കെ ഒരു പടി മുകളിൽ സംസാരിക്കാനും ഇതാക്കാനും ഒക്കെ കഴിവുള്ള നിൽക്കുന്ന ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ അത് വേണ്ടി കളരി അത് കാര്യങ്ങൾ ഒക്കെ പഠിച്ചിട്ടാണ് പോയത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റണം. അപ്പോൾ ഓപ്പോസിറ്റ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ടോവിനോ തോമസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർ അല്ലെങ്കിൽ അങ്ങനെ ഒരു യങ് സ്റ്റാറൊക്കെയാണ് നിൽക്കുന്നത്. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ബാധിക്കാൻ പാടില്ല. സുരഭി എന്ന ആക്ടറിന് അതൊന്നും ബാധിക്കാത്ത രീതിയിൽ ആ ക്യാരക്ടറിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വിശ്വസിച്ച് ഉറപ്പിച്ചിരിക്കണം. ടോവി അതിൽ ഒരു ആക്ടർ ട്രെയിനറെ വെച്ച് ട്രെയിൻഡ് ആയിട്ടാണ് ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളുടെ കഥകളെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തുകയും അത് അവരുമായിട്ട് ഷെയർ ചെയ്യുകയും എഴുത്തുകാരനും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടാണ് അവിടെ നിന്ന്. ഇതൊന്നും സിനിമയിൽ നിങ്ങൾക്കൊന്നും കാണാനും ഇതാക്കാനും ഒന്നും പറ്റുന്നില്ല. പക്ഷേ ആ കെമിസ്ട്രി അവിടെ വർക്കായത് ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഞാൻ MIT മൂസയിൽ മൂസക്കായിൻ്റെ കെട്ടിയോളായിട്ട് അഭിനയിച്ചിട്ടുള്ള പാത്തുവിൽ നിന്ന് നമുക്ക് ഈ മാണിക്യത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചേഞ്ച്. അപ്പോൾ ഞാൻ പല ഇൻ്റർവ്യൂവിലും ഇപ്പം എൻ്റെ ഇൻ്റർവ്യൂ കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് വളരെ റിപ്പീറ്റേഷൻ ആയിട്ടുള്ള ഒരിതായിരിക്കും. പലർക്കും പാത്തുവും ഇതും എന്താ ടൊവിനോ തോമസും സുരഭിയും വരുമ്പോൾ അലുവയും മത്തിക്കറിയും പോലെ ഉണ്ടാവുമോ എന്ന്
ചോദിച്ചിട്ടുണ്ട് എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ വരെ. ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അലുവയും മത്തിക്കറിയും എന്തുവാണിത്? അല്ല, അവർ ഒരു ആ ഒരു അത്രയും ഇതാണ് അവർ കാണുന്ന ഒരു നമ്മളെ സംബന്ധിച്ച് പ്രശ്നമില്ല, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ആറ്റിറ്റ്യൂഡിലാണ്. അപ്പോൾ അത് വരുമ്പോൾ MIT മൂസയിൽ ചൂലെടുത്ത് വന്ന് പാത്തു ആവുമ്പോഴും അല്ലെങ്കിൽ റൈഫിൾ ക്ലബ്ബിൽ തോക്കെടുത്ത് വന്ന് സൂസനാവുമ്പോഴും ആളുകൾ വിശ്വസിക്കണം. അതെ, അത്രേ വേണ്ടൂ. അവരെ കൂടെ തോന്നിപ്പിച്ചാൽ മതി ഇതിന്നത് ആളാണ് എന്നുള്ളൊരു സംഭവം. അത് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ആക്ടറിൻ്റെ ഒരു എന്താ പറയുക, അവരുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. പിന്നെ ഉള്ളത് വെച്ചാൽ സൂസൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ സൂസൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ അറിയണം എന്ന് തോന്നിയായിരുന്നു സൂസനെ കുറിച്ച്. ആ സിനിമ കണ്ടപ്പോൾ കുറച്ച് പേര് പറഞ്ഞു കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ബാക്ക് സ്റ്റോറി ഉണ്ടാവുന്നതല്ല. സൂസൻ എന്ന് പറഞ്ഞ സമയത്ത് ഒരിക്കലും ആ സമയത്ത് ഒരു ക്ലബിലൊക്കെ പോകുന്ന ആളുകൾ, ഞാൻ സിഗരറ്റ് വലിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും എനിക്ക് അങ്ങനെ പഴക്കവും ഇല്ല, അങ്ങനെ അതൊന്നും ഞാൻ അങ്ങനെ നിൽക്കാറില്ല. അപ്പോൾ അതിൽ സിഗരറ്റൊക്കെ വലിക്കേണ്ട, അതൊക്കെ ഞാൻ അവിടെ ചെന്നിട്ടാണ് പഠിച്ചത്. അവർ അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് അഫ്സലാണ് എനിക്ക് സിഗരറ്റ് വലിക്കാനൊക്കെ. അപ്പോൾ അവർ തന്നത് 550 എന്ന്. അത് 555. അത് ഭയങ്കര സ്ട്രോങ് അല്ലേ? ആ സ്ട്രോങ്. ഞാൻ തല കറങ്ങി അവിടെ ഇരുന്നത്. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് എണീറ്റ്. അത് വെറുതെ ഒരു സോങ്ങിൻ്റെ ഇതിലിങ്ങനെ വളരെ ശ്രദ്ധിക്കൊന്നുമില്ല അത്. അപ്പം നമ്മൾ ഇങ്ങനെ ഇത് ഇട്ടിയാനോ നിങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങനെ വലിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചു. അതിഗംഭീരമായിരുന്നു. അവിടെ ഇരുന്ന് അങ്ങ് വലിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഈ റൈഫിൾ ക്ലബിൻ്റെ അകത്ത് ഇങ്ങനെ എന്താ പറയുക, അവിടേക്ക് വരുന്ന സ്ത്രീകൾ, അവരുടെ ഒരു സ്വഭാവങ്ങൾ, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചീഞ്ഞ തമാശകൾ ചുംബിക്കുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യാറില്ലേ, എൻജോയ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഡയലോഗ്സൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു ക്ലബ്ബ്, അവരുടെ ഒരു ആംബിയൻസ്, അവരുടെ ഒരു ഇതിൽ അത്രേ അതിൻ്റെ ആവശ്യമുള്ളൂ അതിന്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓരോന്നിനും ഓരോ തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ അതിന് അവരുടെ പാസ്റ്റും ഇതൊന്നും തേടി നമുക്ക് പോകേണ്ടി വരില്ല. പക്ഷെ ആ ക്യാരക്ടർ എങ്ങനെ പെരുമാറും എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. ഈ സുരഭിക്ക് ബേസിക്കലി സുരഭിയെ കാണുമ്പോൾ എപ്പോഴും കണ്ണിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും എപ്പോഴും ഉള്ളൊരു പെർപ്പച്വൽ ആയിട്ടുള്ള ഒരു സ്ഥായി എലിമെൻ്റ് എന്ന് പറയുന്നത് കുറുമ്പാണ്. ആൻഡ് ഞാൻ ഏതോ ഇൻ്റർവ്യൂവിൽ കണ്ടിരുന്നു, കുട്ടിക്കാലത്ത് ഭയങ്കര കുറുമ്പിയായിരുന്നു. അതെ. ഏറ്റവും വലിയ തരികയുടെ പരിപാടി എന്താണ് ഒപ്പിച്ചത്? അതിൻ്റെ താഴെയൊക്കെ കമൻറ്റ് കണ്ടു, ഇത് സൈക്കോ ആണ്, ഇത്ര ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത്. അവർ ചിക്കൻ കറി കൂട്ടിയിട്ടാണ് ഈ കമൻറ്റ് എഴുതുന്നത്. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഇത് നമുക്ക് അറിഞ്ഞൂടാതെ പ്രായത്തിൽ ഇത് ഇതുണ്ടപ്പോൾ ഞാൻ നഴ്സറിയിൽ എന്നെ കൊണ്ടാക്കിയപ്പോൾ എൻ്റെ അമ്മേനോട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. കൊണ്ടുവരരുത് ദയവ് ചെയ്ത്, ഉപ്പുമാവോ ഗോതമ്പോ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരരുത്. അവിടെ നരുക്കുനിയിൽ നിന്ന് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ മുന്നിലേക്ക് ഈ പ്രകൃതി നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടും ഒട്ടും താഴോട്ട് പോയിട്ടില്ല, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എത്തിച്ചിട്ടേ ഉള്ളൂ.